ഇന്നത്തെ കാരണവന്മാരുടെ കാര്യമൊന്നും പറയണ്ട. ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന കാരണവന്മാരുണ്ട്. ഞാൻ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി, നിക്കാഹ് കഴിഞ്ഞിട്ട് 8 മാസമായി ഉസ്താദ്, എന്റെ പെണ്ണുമ്പിള്ള എപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ഞാൻ ചോദിച്ചു, നീ എന്തേടാ വിളിച്ചോണ്ട് വരാത്ത? വീട്ടുകാര് സമ്മതിക്കണില്ല ഉസ്താദ് സ്വന്തം പെണ്ണുമ്പിള്ളയെ വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ചോദിച്ചു, അതെന്തേ? അല്ല, നാട്ടിൽ കുറെ നടപ്പുകളുണ്ട്, ചടങ്ങുകളുണ്ട്, അത് പറ്റിയാലേ പറ്റത്തുള്ളൂ. എടാ, ഇസ്ലാം പറയുന്നു നിക്കാഹ് കഴിച്ചു കഴിഞ്ഞ ഭാര്യയായില്ലേ? നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവനും ഭാര്യയും ഭർത്താവുമായി. അതൊക്കെ ചടങ്ങ്. യഥാർത്ഥത്തിൽ ഇനി ഭാര്യയാകണമെങ്കിൽ ഒരു പോത്തിനെ വെട്ടി ബിരിയാണി വെച്ച് വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കണം. അപ്പോഴേ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. പച്ച മടല് വെട്ടിയിട്ട് ഇവിടെ കൊണ്ട് തള്ളണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറയുന്നവനെ ഉമ്മമാർ സ്വന്തം മക്കള് പെണ്ണ് കെട്ടി നിക്കാഹ് കഴിച്ച്, എടാ ചങ്ങാതി, നിക്കാഹ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ ആ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടൽ സുന്നത്ത, അറിയോ? നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ, അവർക്ക് സുന്നത്തുണ്ട്. ഇബാദത്തിന്റെ കൂലിയ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിന്റെ ദീൻ തരുന്നത്. നിക്കാഹ് കഴിഞ്ഞ് ഓൾ അവിടെ ഇവിടെ വഴുതു പറച്ചില്ല മൊബൈലിലൂടെ. ഇപ്പൊ ജീവിക്കുന്നത് മൊബൈലിലൂടെയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചു.